സമയത്തൊക്കെ എക്സൽ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി നല്ല പാട്ടുകളും ഗെയിമുകളും ഒക്കെ ചെയ്ത് നല്ല ലെസണുകളിലൂടെ എക്സൽ ടീം നിങ്ങളുടെ കൂടെ കഴിഞ്ഞൊരു വർഷം ഉണ്ടായിരുന്നു. എക്സൽ BPSൽ അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? എക്സൽ പ്രോഗ്രാമുകൾ വെക്കേഷൻ അറ്റൻഡ് ചെയ്തവരുണ്ട്. അപ്പോൾ എക്സൽ സോഷ്യൽ അവയർനെസ് ടീം എന്ന് പറയുന്നത് എക്സൽ സോഷ്യൽ അവയർനെസ് ടീം കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആ ഒരു വിങ് ആണ്. ഇന്ന് എക്സൽ സോഷ്യൽ അവയർനെസ് ടീമിന്റെ സ്കിറ്റും പ്രോഗ്രാമുകളും നമ്മൾ ഒരുമിച്ച് എൻജോയ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സമ്മാനം തരാൻ എനിക്ക് ഇഷ്ടമാണ്. സമ്മാനം വേണ്ടവർ എത്ര പേരുണ്ട്? സമ്മാനം ഇഷ്ടമുള്ളവര്? ഓക്കെ, ഇപ്പൊ നിങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ഇഷ്ടമല്ലേ? അപ്പൊ സമ്മാനം ഇഷ്ടമാണ്? പ്ലീസ്. അപ്പോൾ സമ്മാനത്തിന് വേണ്ടി ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. വളരെ സിമ്പിൾ ആയ വൺ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വാട്ട് ഓഫ് ടുഡേ സ്പെഷ്യാലിറ്റി എന്താണ്? ഇന്നത്തെ ദിവസം നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അവയർനെസ് ഡേ ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ബോയ്സിന് തന്നെ ആദ്യത്തെ ചാൻസ് തരാം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഡേ ആണ്. ചിൽഡ്രനുമായി ബന്ധപ്പെട്ട് വളരെ സ്പെഷ്യൽ ആയ ഒരു ഡേ ആണ് ഇന്ന്. എന്താണ്? If you know the answer, you can raise your hand, please. ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വീട്ടിൽ നിന്ന് ലഞ്ചിന് കൊണ്ടുവന്ന ചിക്കനാണ്. ഇന്നത്തെ വീട്ടിൽ നിന്ന് സ്പെഷ്യൽ കൊണ്ടുവന്നതാണ്. ഇത് ഫുഡ് കൊണ്ടുവന്നത് എല്ലാ ദിവസവും കൊണ്ടുവരുന്ന പോലെ ചോറൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? What of today? Say no to drugs എന്നുള്ളത് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെയാണ്. child labor. Say no to child labor. Very good, excellent. Well against child labor day. Okay. മോനെ കൂടാണ് പ്ലീസ് കം. മോനെ ആദ്യത്തെ മനോഹരമായ സമ്മാനം കിട്ടുന്നു. Well against child labor day എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലവേല ചെയ്യുന്ന കുട്ടികൾ ഒത്തിരി പേരുണ്ട്. ആ കുട്ടികൾക്ക് അവരെ സ്കൂളിലേക്ക് വിടുവാൻ നമ്മുടെ വളരെ മനോഹരമായ ഗിഫ്റ്റാണ്. പേരെന്താണ്? മോന്റെ പേര് പറഞ്ഞു. ഋഷികേശ്. Yes, excellent. ഗേൾസിനോടുള്ള ചോദ്യം വരുന്നു. ഈ ജൂൺ മാസം നമുക്ക് വളരെ സ്പെഷ്യലായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ജൂൺ മാസം മൊത്തം ജൂൺ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ്. നമ്മളെ എല്ലാവരെ സംബന്ധിച്ച് ഒരു വളരെ സ്പെഷ്യൽ ഒരു ഡേ കൂടെ നമുക്ക് വരുന്നുണ്ട്. അത് ആന്റി ഡ്രഗ് ഡേ ആണ്, അല്ലേ? ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ഉള്ള ദിവസമാണ്. ഏതാണ് ജൂൺ മാസത്തിൽ വേൾഡ് ആന്റി ഡ്രഗ് ഡേ? ഏതാണ്? ഡ്രഗ്സിനെതിരെ, ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ദിവസം കൂടെ ജൂൺ മാസത്തിലുണ്ട്. ഏത് ദിവസമാണെന്ന് പറയുന്നവർക്ക് ഒരു മനോഹരമായ സമ്മാനമുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു ഡേ ആണ്. ജൂൺ മാസത്തിലെ 12th ആയിരുന്നു ഇന്ന്. അത് വേൾഡ് അഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ ഡേ ആയിരുന്നു ഇന്ന്. ഇനി തൊട്ടടുത്തൊരു ദിവസമുണ്ട്. ജൂൺ 23rd. വെരി ഗുഡ്. ജൂൺ 23rd എന്താണ്? ജൂൺ 23rd ആണ്. ജൂൺ 23rd എന്താണ്? ജൂൺ 23rd അല്ല. ജൂൺ 23rd അല്ല. അത് പറയും. ബോയ്സ്, ഗേൾസ്, ആരുണ്ടോ ഉത്തരം പറയാം? ജൂൺ 20. യെസ്, എക്സലന്റ്. റോങ് ആൻസർ ആയി. അടുത്ത് വന്നിട്ടുണ്ട്. ജൂൺ 20. What's your name? Well done. Wrong answer. June 26, please. അപ്പോൾ മനോഹരമായ സമ്മാനം ഓടി വരുന്നു. ജൂൺ 26 ആണ്, മറന്നു പോകരുത്. ലഹരിക്കെതിരെ സംസാരിക്കുവാൻ, ലഹരിക്കെതിരെ പ്രോഗ്രാമുകൾ നടത്തുവാൻ ഇന്റർനാഷണലി അനൗൺസ് ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഡേ ആണ് ജൂൺ 26. ഓക്കെ, ഇനി നിങ്ങൾക്ക് സമ്മാനം തരുവാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. വളരെ ശ്രദ്ധിച്ചിരുന്നോളൂ, മിടുക്കരായിട്ടിരുന്നോളൂ. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇതെല്ലാം. ഈ ജൂൺ 26മായി ബന്ധപ്പെട്ട് എക്സൽ സോഷ്യൽ അവയർനെസ് ടീം കേരളം മുഴുവൻ ഇങ്ങനെ യാത്രകൾ ചെയ്യുകയാണ്. സ്കൂളുകൾ വിസിറ്റ് ചെയ്യുന്നു, കുട്ടികളെ കാണുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളാണ് APJ അബ്ദുൽ കലാം, അല്ലെ? APJ അബ്ദുൽ കലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. വാട്ട് ആർ ദി സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ? എന്താണ്
ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആൻസർ? കുട്ടികൾ. വെരി ഗുഡ്, എക്സലന്റ് ആൻസർ. കണ്ടോ, ഓടി വരുന്നു. കുട്ടികൾ എന്നുള്ളതായിരുന്നു APJ അബ്ദുൽ കലാമിന്റെ ഏറ്റവും മനോഹരമായ ഉത്തരം. നല്ല ഗൈഡ് കൊടുത്തു, നല്ല ഗൈഡ്. അപ്പൊ APJ അബ്ദുൽ കലാം പറഞ്ഞ ആ വാക്ക് നമ്മൾ മറക്കുന്നില്ല. കാരണം കുട്ടികളെ പോലെ ശക്തി. നിങ്ങൾ ഇത്രയും മിടുക്കരായിട്ടിരിക്കാൻ കാര്യം എന്താണ്? ഇത്രയും നല്ല യൂണിഫോം, നല്ല ഷൂസ് എവിടെ നിന്ന് കിട്ടിയതല്ല? ആര് വാങ്ങി തന്നു ഇതെല്ലാം? പേരൻസ് അല്ലേ? പേരൻസ് ഒത്തിരി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീട്ടിലെ പെറ്റ് എത്ര പേർക്കുണ്ട്? പെറ്റ്സ് എത്ര പേർക്കുണ്ട്? നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോ? ക്യാറ്റ്സും ഡോഗ്സും ഉണ്ടോ? അതിനൊക്കെ നിങ്ങൾ യൂണിഫോം ഇട്ടാണോ വളർത്തുന്നത്? ആണോ? ഏതെങ്കിലും പെറ്റ്സിന് യൂണിഫോം തയ്പ്പിച്ച് കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ പപ്പയോ മമ്മിയോ ഉണ്ടോ? ഇല്ല. കൈനാത്തിക്കോ. അതെന്താണ്? നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ്. നിങ്ങളുടെ പപ്പയ്ക്കും മമ്മിക്കും അവരെല്ലാവരെയും നോക്കിക്കേ, പപ്പയും മമ്മിയും എല്ലാവർക്കും ഈ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് യൂണിഫോം ഷൂസും ഒന്നും കൊടുക്കുന്നില്ല. കാര്യം എന്താണ്? നിങ്ങളെയാണോ ഇഷ്ടം, അവരെയാണോ ഇഷ്ടം? എന്നാൽ നിങ്ങൾ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നു, ഞങ്ങൾക്ക് കുട്ടികളെ വേണ്ട, പട്ടികളെ മതി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? കുട്ടിയെ വേണ്ട, പട്ടിയെ മതി. പക്ഷെ നിങ്ങളുടെ പേരൻസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആരെ ഇഷ്ടപ്പെടുന്നു? നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇത്രയും മിടുക്കരായിട്ട് നല്ല സ്കൂളിൽ, ഈ പത്തനംതിട്ട ജില്ലയിലെ മനോഹരമായ സ്കൂളിൽ, നല്ല സ്കൂളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പപ്പ ഇതുപോലെ വളരെ പ്രതീക്ഷയോടെ ചോദ്യം തന്റെ 2 മക്കളോട് ചോദിച്ചു. അദ്ദേഹത്തിന് 2 മക്കളായിരുന്നു. അദ്ദേഹത്തിന്റെ 2 പെൺമക്കൾ. മൂത്ത മകള് 8ാം ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയ മകൾ 4th സ്റ്റാൻഡേർഡിൽ. അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മോളോട് അവർ ചോദ്യം ചോദിച്ചു, നിനക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഒത്തിരി പേരുകൾ ഓർമ്മ വരുന്നുണ്ടാകും. ഈ ഭൂമിയിലെ കൂടുതൽ ആ മോളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആ മോള് ഒരു പേപ്പറിൽ എഴുതി DQ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് തന്റെ പേപ്പറിൽ എഴുതി വെച്ചു, എനിക്ക് മൈ ഫേവറേറ്റ് ആരാണ്? DQ, ദുൽഖർ സൽമാൻ. ഇളയ മകളുണ്ട്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരി.